കറുകുറ്റി ഗ്രാമപഞ്ചായത്തിൻ്റെ 15-ാം വാർഡിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 45% പോളിംഗ് കഴിഞ്ഞിരിക്കുന്നു. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് UDFിൻ്റെ സ്ഥാനാർത്ഥിയായി ഞങ്ങൾ ഇരിക്കുന്നത്. അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മൂക്കന്നൂർ ഡിവിഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഞാൻ. എൻ്റെ പേര് ഗ്രേസ് റാഫേൽ. എനിക്ക് മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 7 വാർഡും കറുകുറ്റി പഞ്ചായത്തിലെ 2 വാർഡ് 15, 16 എന്നീ വാർഡുകളുമാണുള്ളത്. വിജയം പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. ഞാൻ 14-ാം വാർഡിലെ മുൻ സിറ്റിംഗ് മെമ്പർ കൂടിയായിട്ടുള്ള ജിഷ സുനിൽകുമാർ. ഇത്തവണ അങ്കമാലി ബ്ലോക്കിലേക്ക് മൂക്കന്നൂർ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നു. എനിക്ക് കറുകുറ്റി പഞ്ചായത്തിൻ്റെ 2 വാർഡും മൂക്കന്നൂരിൻ്റെ 7 വാർഡും ഉൾപ്പെടുന്നതാണ് നമ്മുടെ മൂക്കന്നൂർ ഡിവിഷൻ. ഇത്തവണ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വോട്ട് കുറവാണെങ്കിലും ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി, ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയാണ് എൻ്റെ പ്രവർത്തനങ്ങൾ. ഞാൻ 2ാം ഘട്ടമാണ് കറുകുറ്റി ഗ്രാമപഞ്ചായത്തിൽ ഈ വാർഡിൽ തന്നെ നിന്ന് മത്സരിക്കുന്നത്. ആദ്യം മത്സരിച്ച് 2005-2010 മത്സരിച്ച് ജയിച്ച് KK ഷിബു പ്രസിഡൻ്റായിരുന്നപ്പോൾ ഞാൻ മത്സരിച്ചത്. അതിന് ശേഷം അന്ന് തുടങ്ങി വെച്ച വിവിധങ്ങളായ പദ്ധതികൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ പൊതുശ്മശാനമാണ്. അത് അന്ന് തുടങ്ങി വെച്ചെങ്കിൽ ഈ 15 വർഷകാലമായിട്ട് UDFിൻ്റെ ഭരണമായിരുന്നു. അവർ യാതൊരു നടപടികളും അതുമ്പോൾ തുടർന്നുണ്ടായില്ല. പിന്നെ ഇത് എന്താ പറയുക, ഈ കാർഷിക മാർക്കറ്റ് അവരിപ്പോൾ ഒരു ഉദ്ഘാടനം നടത്തിയിട്ടുണ്ടെങ്കിലും അത് കർഷകർക്ക് ഉപകാരപ്രദമായ രീതിയിലല്ല നടത്തുന്നത്. പിന്നെ ഈ സംസ്ഥാന ഗവൺമെൻറ് ഫണ്ട് അനുവദിച്ചിട്ട് കൂടി ഇവിടെ ഒരു പൊതു കളിസ്ഥലം നിർമ്മിക്കാൻ ഇതുവരെ ഈ നിലവിലുള്ള ഭരണസമിതി തയ്യാറായിട്ടില്ല. പിന്നെ ഒരു ഹോമിയോ ആശുപത്രി ഉണ്ട്. ഇന്നും ഈ ഇവിടെ ഇത് വാടക കെട്ടിടത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അതിന് സ്ഥലം കണ്ടെത്താനോ ഒരു ഡിസ്പെൻസറി പണിയാനോ ഒന്നും തയ്യാറായിട്ടില്ല. ഇതുപോലെ ഈ 15 വർഷക്കാലം ഒരു ദുർഭരണം തന്നെയാണ് കറുകുറ്റി പഞ്ചായത്തിന് നടന്നിരിക്കുന്നത്. ഇതിനെതിരെയുള്ള ഒരു വിധിയെഴുത്തായിട്ട് ഈ ഭരണം ഈ തവണത്തെ ഇത് മാറണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. മാറും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. എൻ്റെ പേര് ലതിക ശശികുമാർ. ഞാൻ അങ്കമാലി ബ്ലോക്ക് കറുകുറ്റി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് 12-ാം വാർഡിൻ്റെ ബൂത്തിലാണ്. എൻ്റെ വാർഡ് കൂടിയാണത്. ഇവിടെ ഇപ്പോൾ ഒരു 40% അടുത്ത് പോളിംഗ് ആയിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 70% പോളിംഗാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ മന്ദഗതിയിലായിരുന്നെങ്കിലും ഇപ്പോൾ ബൂത്തുകളിലൊക്കെ ഭയങ്കര തിരക്കായി തുടങ്ങി. ഇപ്പോൾ ജനങ്ങൾ വളരെ ഇതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പോളിംഗ് നടക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കറുകുറ്റി ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡ് മലയംകുന്ന് വാർഡിലെ സ്ഥാനാർത്ഥിയാണ് ജെയ്സൺ പാലാട്ടി. ഞാൻ എൻ്റെ അവകാശം രേഖപ്പെടുത്തിയിരിക്കുന്നു. ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ എൻ്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. രാവിലെ തന്നെ വന്നത് ഞാൻ എൻ്റെ കൊച്ചിനും ഞങ്ങൾ കറുകുറ്റിപ്പള്ളി വിചാരിച്ചനാണ്. ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് വന്ന് സമ്മതിദാനാവകാശം വിനിയോഗിച്ചു കേട്ടോ. കറുകുറ്റി പാരിഷ് ഹോൾ ബൂത്തിൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. ഞാനും വോട്ട് ചെയ്തു.